interactions. ഇത്തവണ നിരവധി വനിതാ ജേർണലിസ്റ്റുകളും ഉണ്ടായിരുന്നു. വനിതാ ജേർണലിസ്റ്റുകളും റിപ്പോർട്ടിങ്ങിന് എത്തിയിരുന്നു. നിരവധി പേരുണ്ടായിരുന്നു. എന്റെ സുഹൃത്തു കൂടിയാണ് സ്മിത. ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. സ്മിതയാണ് 24-ന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നത്. സ്മിതയോട് നമുക്ക് ചോദിക്കാം. സ്മിത വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ വരാറുണ്ട്. എന്റെ ആദ്യത്തെ അനുഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ? നല്ല അനുഭവം തന്നെ. ഇത്തവണ ഏറ്റവും പ്രധാനം തിരക്ക് തന്നെയാണ്. അത് 4-5 ദിവസമായി ഈ തിരക്ക് തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാ ദിവസവും തിരക്ക്. ഇവിടെയുള്ളവർ തന്നെ അമ്പരന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ആ തിരക്ക് കൂടി വരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോവിഡ് കാലത്ത് അടച്ചിരുന്നപ്പോ കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ വരാൻ പറ്റിയില്ല. അതിലൊരു സങ്കടമൊക്കെ തീർക്കുകയാണ്. കഴിഞ്ഞ വർഷം വലിയ തിരക്കുണ്ടായിരുന്നു. 5 ലക്ഷത്തിലേറെ ഭക്തർ വന്നു എന്നാണ് കണക്ക്. ഇപ്പൊ അതിലേറെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വനിതകളുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയാണ്. നമ്മൾക്ക് ഇന്നലെ രാത്രിയൊക്കെ നഗരം മുഴുവൻ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എവിടെ അതെ, അത് വളരെ സേഫായിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. കാരണം പൊങ്കാലയ്ക്കുള്ള ഇത് അടുപ്പൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ നടക്കുകയാണല്ലോ. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് സുനി. അതുപോലെ തന്നെ സ്മിത ഒരു ഭക്ത കൂടിയാണ്. തൊഴാൻ പറ്റിയ ഇത്തവണ? പിന്നെ തീർച്ചയായിട്ടും പറ്റി. നമ്മൾ ഇവിടെ നിന്നിട്ട് മുന്നിൽ തന്നെ പലർക്കും കിട്ടാത്തൊരു കാര്യമാണല്ലോ. നമ്മളിവിടെ വരുന്നു, തൊഴുകുന്നു. പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ജോലി തന്നെ, കർമ്മമാണല്ലോ നമ്മുടെ ഭക്തിമാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മിത, നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ അടുത്ത് നിന്ന് പണ്ടാര അടുപ്പിലെ തീ പകരുന്നതൊക്കെ കാണാറുള്ള ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്കത് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതെ അതെ. ഇത്തവണ എനിക്ക് കുറച്ച് തിരക്കുകാരനാണെന്ന് തോന്നുന്നു. അവര് നമ്മളെ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ തന്നെ നമ്മളെ നിർത്തിയിരുന്നു. പക്ഷെ ഇത്തവണ നമ്മളെല്ലാവരും ആ സമയമായപ്പോഴേക്കും പുറത്തേക്ക് കട്ട് ചെയ്യാനുണ്ടായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരണം എന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്. സ്മിത, സാധാരണ ഞാനിപ്പോ അല്പം മുമ്പ് ചിപ്പിയുടെ ബൈറ്റ് എടുത്തിരുന്നു. ചിപ്പിയുടെ ബൈറ്റ് എടുത്തപ്പോൾ ചിപ്പിയോട് ഞാൻ സംസാരിച്ചത് ചിപ്പി ഇല്ലാതെ ഒരു പൊങ്കാല ഇല്ലാന്നായിരുന്നു. സ്മിത ഇല്ലാതെ ഒരു പൊങ്കാല ഇല്ല. അങ്ങനെയൊന്നുമില്ല. സത്യം പറയട്ടെ, കഴിഞ്ഞ കൊല്ലാണ് ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെ വരുന്നത്. കഴിഞ്ഞ കൊല്ലാണ് ആദ്യമായിട്ട് പൊങ്കാല റിപ്പോർട്ട് ചെയ്യുന്നത്. 24-ൽ വന്നേ പിന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ സ്ത്രീ ശക്തി എന്നൊക്കെ പറയുമ്പോഴും കണ്ണകിയുടെ ഒരു ചരിതം, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ആ ഒരു കഥ വേറൊരു അനുഭവമല്ലേ തരുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നമ്മുടെ സംസ്കാരമായിട്ട് കൂടി ചേർന്ന് കിടക്കുക. ഇതിപ്പോ ആ സമയമായെന്ന് തോന്നുന്നു സുവി. നമുക്കിനിയിപ്പോ അതിലേക്ക് പോകാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ തീർത്ഥം തളിക്കാൻ വേണ്ടി മേൽശാന്തി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല നൈവേദ്യം, അത് തീർത്ഥം തളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയാവുക. പണ്ടാരടുപ്പിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തീർത്ഥം തളിക്കുകയാണ്. അതിനുശേഷം ഈ സമീപത്തെ നഗരത്തിലെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കെല്ലാം തന്നെ തീർത്ഥം തളിക്കും. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാവുക. ആകാശത്ത് പുഷ്പവൃഷ്ടിയും മറ്റും ഉണ്ടാകും എന്നാണ് പുഷ്പവൃഷ്ടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എനിക്കില്ലേ
നൈവേദ്യത്തിൽ തീർത്ഥം തളിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ചെറിയ പൂജയും ഇവിടെ നടക്കുന്നുണ്ട്. മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അല്പം പുഷ്പങ്ങളും മറ്റും വിതറിക്കൊണ്ട് ഒരു പൂജയാണ് നടക്കുന്നത്. ഏതായാലും അല്പസമയം മാത്രമാണ് ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക. സാധാരണഗതിയിൽ ശ്രീകോവിലിൽ ഭഗവതിക്ക് നിവേദ്യം അർപ്പിക്കുമ്പോൾ എന്ത് പൂജയാണോ നടത്തുക അതേ തരത്തിലുള്ള ഒരു പൂജ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൂജ തീർത്ഥം തളിക്കൽ പൂർത്തിയായി മേൽശാന്തി തിരികെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നഗരത്തിലെ മറ്റിടങ്ങളിലെല്ലാം തന്നെ നിവേദ്യത്തിലെല്ലാം തന്നെ തീർത്ഥം തളിക്കൽ നടക്കും. അതോടുകൂടി പൊങ്കാല നൈവേദ്യം ആവുകയും ചെയ്യും. ഈ വർഷത്തെ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും. വലിയ ആൾത്തിരക്കായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 5 ലക്ഷത്തിലേറെ ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. ഇത്തവണ അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും 10 ലക്ഷങ്ങൾ ഇനി നിറമനസ്സുകളോടെ തിരിച്ചു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പൊങ്കാല ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. പൊങ്കാല നൈവേദ്യമായി കഴിഞ്ഞിരിക്കുന്നു. പൊങ്കാലയിൽ തീർത്ഥം തളിച്ച നൈവേദ്യമായിരിക്കുന്നു. ഇനി നഗരത്തിലുള്ള മറ്റ് പൊങ്കാല അടുപ്പുകളിലെല്ലാം തന്നെ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുക. നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ദിവസങ്ങൾ എടുത്ത് ഇവിടെ എത്തിയ നിരവധി ആളുകളുണ്ട്. അവരുടെ ഒരു വർഷത്തെ ആത്മസമർപ്പണത്തിനാണ് വിരാമമാകുന്നത്. സ്ത്രീകളുടെ ഒരു ഉത്സവമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടത്. ആ ഒരു ആഘോഷത്തിന് വിരാമമാവുകയാണ്. നിരവധി സ്ത്രീകൾ, നിരവധി 10 ലക്ഷങ്ങളാണ് ഇവിടേക്ക് കടന്നു വന്നത്. വലിയ തോതിലുള്ള ആൾത്തിരക്കും ഭക്തജന തിരക്കും ഇത്തവണ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ, അതായത് ഇപ്പോൾ ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വൈകിട്ട് കുത്തിയോട്ടത്തിന്റെ ഭാഗമായുള്ള ചൂരൽ കൂത്ത് നടക്കും. അതിനുശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളുണ്ടാകും. നാളെയാണ് ഈ ഉത്സവം സമാപിക്കുക. ഇന്ന് 9ാം നാളാണ്. 10ാം നാളിൽ ഈ ആറ്റുകാൽ ഉത്സവം സമാപിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. എന്താണ് ഇനിയത്തെ ഒരു ചടങ്ങ്? ഇവിടെ നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് നിവേദ്യത്തിനായി പൂജാരിമാർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാം. ഏറ്റവും ആദ്യം നിവേദ്യം നടക്കുന്നത് അവിടെയാണ്. ആ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കൂടി നിൽക്കുന്നവരാണ്. റോഡിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വാഹനം പോലും ഇല്ല. കൂടുതൽ ആളുകൾ പൊങ്കാല നൈവേദ്യത്തിനായി ഒരു ഭാഗത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വിദേശികളടക്കം പൊങ്കാല നൈവേദ്യ ചടങ്ങുകൾ കാണുന്നതിനായി, പൊങ്കാല എന്താണെന്ന് അറിയുന്നതിനായി, അതിന്റെ ഫോട്ടോകളൊക്കെ പകർത്തുന്നതിനായി ഇവിടേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഏറ്റവും തിരക്ക് തമ്പാനൂരിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. ആ കൂട്ടം അതിങ്ങനെ വലുതായി വരുന്നത് നമുക്കിവിടെ നിന്ന് മുകളിൽ നിന്ന് KSRTC കോംപ്ലക്സിന് മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയൊരു ഒഴുക്കാണ്. ഈ കാത്തിരിപ്പ് അത് അവസാനിച്ചു. ഇനിയുള്ള കാത്തിരിപ്പ് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായുള്ളതാണ്. ഇനി വളരെ പെട്ടെന്ന് ഓരോരുത്തരിലേക്കും നൈവേദ്യത്തുള്ളികൾ എത്തുന്നു. ഈ നൈവേദ്യത്തിന്റെ ഒരു സങ്കല്പം തന്നെ, അല്ലെങ്കിൽ ഒരു വിശ്വാസം തന്നെ, നമ്മൾ ഏറെ ഇഷ്ടത്തോടെ ദേവിക്കായി സമർപ്പിച്ച ആ പൊങ്കാല, അല്ലെങ്കിൽ ആ പായസം, ആ തെരളിയപ്പം, അതൊക്കെ ദേവി സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു വിശ്വാസമാണ്. ആ ഒഴുക്ക് അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ആ ഒഴുക്ക്, ആ കൂട്ടം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ആ ഭാഗത്ത് നിന്ന് തമ്പാനൂരിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും ആയുർവേദ കോളേജിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. സ്റ്റാച്യു ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് കയറാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം തിരക്ക്, കൂട്ടത്തോടെ ആളുകൾ
അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ട്രെയിനിന്റെ അകത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചിന്തയാണ് ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും ഒരു പൊങ്കാലക്കാലം കൂടി അവസാനിച്ചിരിക്കുന്നു. 10 ദിവസം നീണ്ട ഉത്സവം അതിന് നാളെയാണ് പരിസമാപ്തിയാവുക. 9ാം ഉത്സവ ദിവസമാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നത്. ചരിത്രത്തിൽ സ്ഥാനമുള്ള ആറ്റുകാൽ പൊങ്കാല. ആ പൊങ്കാല നൈവേദ്യവും ഇപ്പോൾ നടന്നിരിക്കുന്നു. ഇനിയും ഈ ഭാഗത്തേക്കൊക്കെ നൈവേദ്യത്തിനായി ആളുകൾ എത്താനുണ്ട്. പൂജാരിമാർ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. കൂടുതൽ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളായി കൃത്യമായി ക്രമീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തിരക്ക് അത് ഒരു അപകടത്തിലേക്കും വഴിവെക്കാതെ കൂടുതൽ ആളുകളെ ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ഏത് രീതി കൂട്ടലുകൾ ജില്ലാ ഭരണകൂടത്തിനുണ്ട്, കോർപ്പറേഷനുണ്ട്, പോലീസിനുണ്ട്, ആരോഗ്യ വകുപ്പിനുണ്ട്. ഒരു മികച്ച പൊങ്കാല, ഒരു നല്ല പൊങ്കാലക്കാലം അത് അവസാനിക്കുകയാണ്. നാളെയാണ് 10ാം ഉത്സവ ദിവസം. ഇന്നിനി ബാക്കിയുള്ളത് ഇവിടെ പൊങ്കാല മാത്രമേ അവസാനിക്കുന്നുള്ളൂ. പൊങ്കാല ഉത്സവം ഇനിയും ബാക്കി, ഒരു നാൾ കൂടി ബാക്കി നിൽക്കുന്നു. നാളെ ഇന്ന് വൈകുന്നേരത്തെ ചടങ്ങുകളും വളരെ പ്രശസ്തമാണ്. ഏറ്റവും പ്രസക്തമായ ഒരു കുത്തിയോട്ടം എന്ന ചടങ്ങ് അത് ക്ഷേത്രത്തിൽ ഇനിയാണ് നടക്കുക. ദേവീദാസന്മാരായി അവിടെ കഴിഞ്ഞ 600ഓളം കുട്ടികൾ, ആ ബാലന്മാർ ഇന്ന് പുറത്തെഴുന്നള്ളിപ്പോടെ അവരുടെ കുത്തിയോട്ട ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. വലിയ വ്രതമനുഷ്ഠിച്ച് ദേവീദാസന്മാരായി അവിടെ കഴിഞ്ഞ ആ കുട്ടികൾ ഇന്ന് അവരുടെ വ്രതം ഒക്കെ മുറിച്ച് ചൂരൽ കുത്തി അത്തരത്തിലൊരു പുറത്തെഴുന്നള്ളത്ത്, ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിനൊപ്പം എത്തുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ക്ഷേത്രത്തിൽ ഇനി നല്ല മനോഹരമായ ചടങ്ങുകൾ ബാക്കി കിടക്കുകയാണ്. 10ാം ഉത്സവ ദിവസം അത് നാളെയാണ്. നാളെയുമുണ്ട് ചടങ്ങുകൾ. ഇന്ന് നിരവധി പേരെത്തും. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദേവി ആനപ്പുറത്ത് എഴുന്നള്ളുന്ന മാത്രമല്ല, ഇവിടേക്ക് ഉത്സവം എന്ന് പറഞ്ഞെത്തിയ പലരും ആ കാഴ്ച കാണാൻ ഇവിടെ തമ്പടിക്കുക തന്നെയാണ്. വളരെ കുറച്ചു പേർ മാത്രമേ തിരുവനന്തപുരം വിടുന്നുള്ളൂ. പൊങ്കാല കാണാനെത്തിയ നിരവധി ആളുകൾ അവരെ വളരെ മനോഹരമായ ആതിഥേയ മര്യാദയോടെ സ്വീകരിച്ച് മികച്ചൊരു ആതിഥേയത്വം അത് തിരുവനന്തപുരത്തിന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒഴുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം, അവിടെ നിന്നൊരു വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ വശത്തേക്ക് ഏറ്റവും അധികം ആളുകൾ പൊങ്കാലയിട്ടിരുന്ന ആയുർവേദ കോളേജ്, അതുപോലെ തന്നെ സ്റ്റാച്യു, സെക്രട്ടേറിയറ്റിന് മുൻവശം, ആ പരിസരത്തൊക്കെ ഇട്ടിരുന്നവർ അവർ കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു നമ്മൾ. അവരിൽ തിരുവനന്തപുരത്തുകാരുണ്ട്, ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരുണ്ട്. അവരൊക്കെ എവിടെയാണോ അവർ ഇന്നലെ താമസിച്ചത് അവിടേക്ക് മടങ്ങുന്നു. അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നവരുണ്ട്, അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നവരുണ്ട്. ഈ പ്രസാദം, ദേവിക്ക് സമർപ്പിച്ച പ്രസാദം, തങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട്, തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച പ്രസാദം ഓരോ വർഷവും പൊങ്കാല ഇടുന്നവർ വീണ്ടും വീണ്ടും ഇടുന്നു. പൊങ്കാല ഇടാത്തവരെ അത് സ്വാധീനിക്കുന്നു. അവർ പൊങ്കാല ഇടുന്നതിനായി ഈ പൊങ്കാല സ്ഥിരമായി ഇടാൻ വരുന്നവർക്കൊപ്പം വരുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, അവർ വീണ്ടും വരുന്നു. അങ്ങനെയാണ് ഇത് ഇത്രയധികം വലിയൊരു ഉത്സവമായി, സ്ത്രീകളുടെ പുരമായി തിരുവനന്തപുരം മാറുന്നു, വനിതാ പുരമായി തിരുവനന്തപുരം മാറുന്നു. ഇപ്പോൾ എനിക്കൊപ്പം എസ് ലല്ലു ചേരുന്നു. ലല്ലു, അക്ഷരാർത്ഥത്തിൽ ഒരു പൊങ്കാല മഹോത്സവം സമാപിക്കുമ്പോൾ ഇവിടെ ഒഴുക്കാണ്, ഇങ്ങോട്ടേക്ക് തമ്പാനൂരിലേക്ക് ഒരു ഒഴുക്കാണ്. അശ്വതി, തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തെ തകരപ്പറമ്പ് ഫ്ലൈ ഓവറിന്റെ മുകളിലാണ്. ഞാനടക്കം ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ആ ഒഴുക്കിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തീർച്ചയായും പൊങ്കാല അടുപ്പുകളിൽ തീർത്ഥം തെളിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇവിടെ വന്ന് തമ്പടിച്ച് പൊങ്കാലയർപ്പിച്ച ഭക്തജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാനുള്ള കാത്തിരിപ്പിലാണ്, അല്ലെങ്കിൽ തയ്യാറെടുപ്പിലാണ്. തിരുവനന്തപുരത്തെ KSRTC ബസ് സ്റ്റാൻഡിലായാലും അതുപോലെ തന്നെ കിഴക്കേക്കോട്ട KSRTC ബസ് സ്റ്റാൻഡിലായാലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുമെല്ലാം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ഒഴുക്ക്, വാഹനങ്ങളിൽ വന്നവർ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങാനുള്ള ആ ഒരു ഒഴുക്ക്
തീർച്ചയായും ഈ പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ ഏവരും കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അത് തന്നെയാണ് എന്നാണ് നമുക്ക് വർഷങ്ങളായി നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ തകരപ്പറമ്പ് ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നാൽ കിഴക്കേ കോട്ടയിൽ നിന്ന് നഗരത്തിന്റെ ഹൃദയ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ മണക്കാട് നിന്ന് ഇങ്ങോട്ടത്തേക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നഗരത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ഒഴുക്ക്, ആ ഒഴുക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അപൂർവങ്ങളിൽ ഒന്നായ ഒരു മഹോത്സവം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഒരുപാട് പേർ എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നവർ, കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പെല്ലാം അവസാനിച്ച് അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പൊങ്കാലയർപ്പിച്ച് ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും നല്ല ആതിഥേയരായി തിരുവനന്തപുരത്തെ ഓരോ മനുഷ്യരും മാറുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വെച്ചത്. ഒരു പരിചയവുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വീടുകൾ തുറന്നിടുന്നു, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു, വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുന്നു. ഇത്തരത്തിൽ ലോകത്തെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ആതിഥേയത്തിന്റെ ഉജ്ജ്വല മാതൃക തീർത്തുകൊണ്ട് തിരുവനന്തപുരം പൊങ്കാല അർപ്പിക്കാൻ വന്ന ഭക്തലക്ഷങ്ങൾക്ക് വിട പറയുകയാണ്. അതാണല്ലോ ഈ കാഴ്ചകൾ, അത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം. എല്ലാ വർഷവും കാണുന്നതാണെങ്കിൽ പോലും എത്ര മനോഹരമാണ്, അല്ലെങ്കിൽ എത്ര ആ വിശ്വാസം ഇങ്ങനെ തിളച്ചു പൊന്തി നിൽക്കുന്ന സമയമാണിത്. ഈ 4 മണിക്കൂറുള്ള കാത്തിരിപ്പായിരുന്നു നൈവേദ്യത്തിനായി. നേരത്തെ അല്ലു പറഞ്ഞതുപോലെ ആ തീർത്ഥം തങ്ങളുടെ മൺകലത്തിലേക്ക്, തങ്ങളുടെ പായസത്തിലേക്ക്, തങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അമ്മയ്ക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രസാദത്തിലേക്ക് വീഴുമ്പോ അവർക്ക് അത് അമ്മ രുചിച്ചു എന്നൊക്കെയുള്ള വിശ്വാസമാണ് എല്ലാവർക്കും. അതിനായി ആ കാത്തിരുന്ന ആ 4 മണിക്കൂറിന് ശേഷം നമുക്കതാ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഓരോയിടത്തു നിന്നും ഓടിയാണ് മറ്റിടങ്ങളിലേക്ക് ആളുകൾ മാറുന്നത്. കൃത്യമായ ഒരുക്കങ്ങളോടെ, മുന്നൊരുക്കങ്ങളോടെ തന്നെ നടന്ന ചിട്ടയായ ഒരു പൊങ്കാല നമ്മൾ കണ്ടു എന്ന് വേണം ഇത്തവണയും കരുതാൻ. ഒരിടത്തു നിന്നും അനർഘ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഒരു അപായവും വലിയ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പൊങ്കാല, അതൊന്നും ഉണ്ടാകാത്ത ഒരു പൊങ്കാല. എത്രയോ ആളുകൾ, എത്രയോ ലക്ഷം ജനങ്ങൾ, എത്ര ഇടങ്ങളിൽ എവിടെ നിന്നൊക്കെ എത്തിയവർ, അവരിങ്ങനെ മനസ്സ് നിറഞ്ഞ് പൊങ്കാലയിട്ട് മടങ്ങുന്ന കാഴ്ച, അത് തിരുവനന്തപുരത്തിന് സ്വന്തമാണ്, അത് കേരളത്തിന് സ്വന്തമാണ്. ആ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയുള്ള ട്രെയിനുകളിലെ തിരക്ക്, ബസ്സുകളിലെ തിരക്ക് നമുക്ക് പറയേണ്ടതില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയെങ്കിൽ അടുത്ത തവണ പൊങ്കാലയ്ക്ക് വരേണ്ടതില്ലല്ലോ. പക്ഷേ ഓരോ തവണയും പൊങ്കാലയ്ക്ക് ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഇത്രയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് പുക, ചൂട്, ഇതെല്ലാം സഹിച്ചു വർഷം വരണമെന്നല്ല നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ അടുത്ത വർഷവും വരും. പ്രായമുള്ള അമ്മമ്മമാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ബൈപ്പാസ് സർജറി കഴിഞ്ഞവരുണ്ട്, കിഡ്നി പ്രോബ്ലം ഉള്ളവരുണ്ട്, കരളുടെ മാസം പോലും സർജറി കഴിഞ്ഞ് 1 മാസം പോലും ആകാത്ത അമ്മമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇത്തവണ പൊങ്കാല ഇട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല. ശരീരസുഖത്തിനേക്കാൾ വലുതാണ് മനസ്സിന്റെ സുഖമെന്നാണ് ലല്ലു നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞത്. അതൊരു അത്ഭുതം തന്നെയാണ്. വിശ്വാസമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷേ ആ അത്ഭുതം അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.